പേവിഷബാധയേറ്റ് 8 വയസ്സുകാരൻ ദേവനാരായണൻ മരിച്ചതിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് ഗുരുതര അനാസ്ഥയുണ്ടായെന്ന് കുടുംബത്തിന്റെ ആരോപണം. നായ ആക്രമിച്ചുവെന്ന് പറഞ്ഞിട്ട് കുത്തിവെപ്പെടുത്തില്ലെന്നും വേണ്ട ചികിത്സയോ പരിശോധനകളോ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാക്കിയില്ലെന്നും കുടുംബം പറയുന്നു. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. മറ്റൊരു കുട്ടിയെ ആക്രമിക്കാനെത്തിയ തെരുവ് നായയെ ദേവനാരായണൻ പന്ത് കൊണ്ടെറിഞ്ഞു. ഇതോടെ നായ ദേവനാരായണന്റെ നേർക്ക് ചാടി വീണു. ഓടി രക്ഷപ്പെടുന്നതിനിടെ കുട്ടിക്ക് ഓടയിൽ വീണ് പരിക്കേറ്റു. വീട്ടുകാർ ദേവനാരായണനെ അന്ന് തന്നെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ നായ കടിച്ചതിന്റെ പാടുകളൊന്നും കാണാതിരുന്നതിനാൽ വീഴ്ചയിലുണ്ടായ പരിക്കിന് മരുന്ന് വെച്ച ശേഷം ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഡോക്ടർ നോക്കിയച്ച് പറഞ്ഞു പട്ടി കടിച്ചതല്ല, ഇത് കുഞ്ഞുരുണ്ട് വീണേൻ്റെയാണ്. പരിശോധന അവരൊന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് ഓയിൽമെൻറ്റിന് കുറിച്ച് തന്ന് അതും മേടിച്ച് ആ സിസ്റ്റർ അത് ക്ലീൻ ചെയ്ത് മരുന്നും തൂത്ത്. പിറ്റേ ദിവസം രാവിലെ അപ്പൂപ്പൻ കൊണ്ട് കാണിച്ചപ്പോഴും ആ ഡോക്ടറും പറഞ്ഞ ഇത് തന്നെ പട്ടി കടിച്ചതല്ല, ഇത് ചതഞ്ഞതാണ്. ഒരാഴ്ചയായി ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതകളും നേരിട്ട ദേവനാരായണനെ വ്യാഴാഴ്ച പുലർച്ചെ തട്ടാരമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇവിടെ വെച്ച് പേവിഷബാധ സ്ഥിരീകരിച്ചു. രോഗം മൂർച്ഛിച്ചു. ഇന്നലെ രാവിലെ 11:45 മരണം. അപ്പോഴും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ വിശദമായിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പട്ടി എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ ഓർത്ത് നോക്കുക, ഈ 8 വയസ്സുള്ള ഒരു കുഞ്ഞിന് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പം പട്ടി കടിക്കാൻ വന്ന് സ്വാഭാവികമായിട്ടും താഴെ വീണു എന്ന് പറയുമ്പോൾ ആദ്യമേ ആ വാക്സിനെ പറ്റി ആയിരിക്കണം ഒരു ഡോക്ടർ സംസാരിക്കേണ്ടതല്ലേ. അപ്പോൾ ഈ 2 പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടും ആ വാക്സിനെ പറ്റി യാതൊരു കാര്യവും അവർ പരാമർശിച്ചില്ല എന്ന് മാത്രമല്ല ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവർ തിരിച്ചു വിടുകയാണ് ഉണ്ടായത്. ചികിത്സാ പിഴവെന്ന ആരോപണം ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ നിഷേധിച്ചു. കുട്ടിയെ കൊണ്ടുവന്നത് വീണ് പരിക്കേറ്റെന്ന നിലയിലാണ്. നായയുടെ കാര്യം ബന്ധുക്കൾ പറഞ്ഞിട്ടില്ല. മെഡിക്കൽ രേഖകളിൽ ഇത് വ്യക്തമാണെന്നും ഡോക്ടർ സുനിൽ. ആശുപത്രിയിൽ നായ കടിച്ചു വന്നൊരു ഹിസ്റ്ററി പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്സിൻ കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ അന്വേഷിച്ചതെന്ന് മനസ്സിലായത് കുട്ടിയിൽ ഡോക്ടർ ഉണ്ടായിരുന്നു, ഹൗസ് സർജന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ ഈ രോഗിയെ നോക്കിയത് ഡോക്ടർ തന്നെയാണ്. അവര് കൂടെ വന്നവർ പറഞ്ഞേക്കുന്നത് വീണ് പരിക്കേറ്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവർ ഈ മറ്റു കാര്യങ്ങൾ മറച്ചു വെച്ചതെന്ന് എനിക്കറിയില്ല. ആരോഗ്യമന്ത്രിക്കും ശിശുക്ഷേമ സമിതിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. 24 ആലപ്പുഴ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.